ഗൈസ്, നമുക്കൊന്ന് വയനാട് വരെ പോയാലോ? വയനാട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ ഒരുപാട് സ്പോട്ടുകൾ കാണാനായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരു ഞായറാഴ്ചയല്ലേ, വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ വയനാട് ചുരം കയറണം എന്നൊരു ആഗ്രഹം. വയനാട് ചുരം അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കും അപ്പോൾ വയനാടിൻ്റെ അന്ന്. അത് കോഴിക്കോടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെ പടക്കുതിരേനും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ പടക്കുതിരേനും കൂട്ടി ഞങ്ങൾ കുറച്ച് ആൾക്കാർ അങ്ങനെ വയനാട് ചുരം കയറി. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളാണ് വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു രസമുള്ള കാര്യം എന്താ പറയുക, നമ്മൾ ഈ വയനാട് ചുരം ഇങ്ങനെ കയറി കയറി പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും, മലകളും മരങ്ങളൊക്കെ. പക്ഷെ ആ മരത്തിൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ ഒരു മലകൾക്കൊരു പ്രത്യേക ഭംഗിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഇനി എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കണ്ടു നോക്കണ്ടേ. ചുമ്മാ വണ്ടിയിലിരിക്കാതെ ജസ്റ്റ് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ രൂപങ്ങളിങ്ങനെ ആകാശത്ത് തെളിഞ്ഞു വരുന്ന പോലെ നമുക്കൊക്കെ തോന്നും. ചിലപ്പോൾ എല്ലാവർക്കും തോന്നലുണ്ടായിരിക്കും, ഇനി എൻ്റെ മാത്രം ഒരു തോന്നലാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരാഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ പുറത്തേക്ക് അങ്ങനെ എടുത്തിട്ട് വണ്ടി എടുത്ത് പോയതാണ്. പക്ഷെ ഇതിൽ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മൾ ഇതുവരെ വയനാട് കണ്ടതും വലിയ ചുരം കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഇപ്പോൾ കാണുന്നതായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ പോയിരിക്കുന്ന സമയവും ആളുകളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് രസമല്ലേ കാണാൻ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ഏതൊരു യാത്രയും മനോഹരമാക്കുന്ന എന്താ, നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. അപ്പോൾ ആ ആളുകളനുസരിച്ചുള്ള ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ, നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ വയനാട് ചുരം കയറുമ്പോൾ ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മുടെ മൈൻഡിലേക്ക് പല പല സ്ഥലങ്ങൾ കയറി വരും. അതായത് ആ തേയിലത്തോട്ടം കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആസാമിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു പോയൊരു ഫീല് കിട്ടും. ഇതുപോലെ മലനിരകൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട ഒരുപാട് സ്പോട്ടുകൾ. നിങ്ങൾ എന്തായിരുന്നു വയനാട് യാത്ര പോയിട്ടുള്ളത്? നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പോയതെന്നൊക്കെ അറിയാലോ. ഇനി നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഇരിക്കും, നിങ്ങൾ പോയതും ഞാൻ പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നമുക്കറിയാലോ ഇതിന്. പിന്നെ നമ്മുടെ സ്ഥിരം കാഴ്ച കുഞ്ഞു കുഞ്ഞു കടകൾ, അതോടൊപ്പം ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തായിരുന്നല്ലോ, നിറയെ കുരങ്ങന്മാരുണ്ട്. നിങ്ങൾക്കിതിൽ കാണാം, വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നിറയെ കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങന്മാരെല്ലാം അവിടെ യാത്ര ചെയ്യുന്ന ആളുടെ വണ്ടിയിൽ കയറിയിരിക്കുന്നതും അവർ കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിക്കുന്നതും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒരു ഫ്രീ മൈൻഡ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ യാത്രകളൊക്കെ ഇടയ്ക്ക് ചെയ്യണം. ആരും കൂട്ടി പോകണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമല്ലോ. കോഴിക്കോടുള്ള ആളുകൾക്ക് വെച്ചാൽ KSRTC ബസ്സുണ്ട്, ജസ്റ്റ് കയറി ഒന്ന് ട്രാവൽ ചെയ്ത് രാവിലെ പോയി വൈകിട്ട് വരുന്ന രീതിയിൽ പോയിട്ട് വന്നാലും മതി. ഓരോ ചുരങ്ങളും നമ്മൾ കയറുമ്പോഴും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ്, കാഴ്ചകൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. കാരണം ഇത്രയും മലയും കുന്നും കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് കാണണമെങ്കിൽ അത്രയും സന്തോഷം വേണ്ട ആളുകൾക്ക്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ എത്ര വണ്ടികളുണ്ട് ഇവിടെ, എത്ര ആളുകളുണ്ട് ഇവിടെ. എന്താ കാണാനുള്ളത് ചോദിച്ചാലോ, കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും. പക്ഷെ എന്താ കാണാനില്ലാത്തതെന്ന് ചോദിച്ചാലോ, അതുമില്ല. അത് നമ്മൾ പോകുന്ന മൈൻഡനുസരിച്ചിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഓരോ മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും നല്ല ഭംഗിയാണ്. പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെ കാട്ടിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകി വരുന്ന വീഡിയോസൊക്കെ അതിൽ
ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഞാനിത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പം പിന്നെ കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് ലൈഫിൽ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു യാത്ര പോകണം. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു ഞായറാഴ്ച ഒരു ശനിയാഴ്ചയൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, അടുത്ത ദിവസം നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടെ എഫേർട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ വെള്ളം ഒഴുകി വരുന്ന കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. അതേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആ പച്ചപ്പിൻ്റെ ഇടയിലൂടെ, ആ പാറക്കെട്ടുകൾക്കിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ കാണുമ്പോൾ ഒരു സുഖമില്ലേ. അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വളവല്ലേ, വണ്ടികളും വരുന്നുണ്ട്. നമ്മളവിടെ നിർത്തിയിട്ട് എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്തു പോകുന്നത്. അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളതെങ്ങനെ കാണിക്കണം എന്നുള്ളത്. കണ്ടോ, ഈ ഇരിക്കുന്ന സാധനത്തിലെല്ലാം കുരങ്ങന്മാരിയ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ നിറയെ. വേറൊരു ലോകമാണ് ഇവിടെ എത്തുന്നത്. നമ്മളിപ്പോൾ പുറം രാജ്യത്തൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഫീൽ. നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അകത്താണെന്ന് നമുക്ക് ബോധത്തിലുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല ചില സമയങ്ങളിൽ. അതുപോലത്തെ ഒരു ട്രിപ്പായിരുന്നു എനിക്കിത്. പിന്നെ നിങ്ങൾ കണ്ട് ആസ്വദിക്കും. ഞങ്ങളുടെ സാരഥിയാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ പടക്കത്തിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഞങ്ങളിത് വാങ്ങിയതിന് ശേഷം ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. പക്ഷെ ആ യാത്രകളൊന്നും എനിക്ക് വീഡിയോ പകർത്താനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയുള്ള യാത്രകൾ എന്തായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കും. കാരണം ഇതൊരു മെമ്മറീസ് അല്ലേ. ഇനി വയനാട് പോകാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് തവണ പോയ ആളുകളുണ്ടാകാം. പക്ഷെ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തവണ വയനാട് നമ്മൾ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ ചുരം കയറുമ്പോഴും ഓരോ ഫീലായിരിക്കും. ഓരോ സമയത്ത് നമ്മൾ എങ്ങനെ പോകുന്നു അതുപോലത്തെ ഓരോരോ ഫീലുകളായിരിക്കും നമുക്കുണ്ടാകും. ഓരോ പിന്നെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വയനാടല്ലല്ലോ ഇന്ന്, ഇതിന് മുമ്പ് വന്ന വയനാടല്ലല്ലോ ഇന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവർ വണ്ടി എടുക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി എടുക്കുമ്പോൾ അവർക്ക് തോന്നിയ പോലെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ബ്ലോക്കിലും പെട്ടു. പക്ഷേ ഗായ്സ്, അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല രീതിക്കായിരുന്നു പോയത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു ഇച്ചിരി ബ്ലോക്കിൽ ചെറുതായിട്ടൊന്ന് ഡിലേ ആയി. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ. എന്തായാലും ബ്ലോക്ക് കൊടുക്കും ചുരത്തിൻ്റെ മുകളിൽ. പക്ഷേ പിന്നെ നമുക്കൊരു അത്ഭുതം എന്ന് തോന്നുന്നത് എന്താ പറയുക, ഹെവി വണ്ടികൾ, ഡ്രൈവർമാർ അവർ ഹെവി ലോഡായിട്ട് ഈ ചുരം ഇറങ്ങുന്നതും കയറുന്നതും കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ വാ വിളിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്കത് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ്.
കണ്ടോ, ഇതിൽ നിറയെ വണ്ടികളുണ്ട്. ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ഈ വരുന്ന ആളുകളെല്ലാം തിരക്കുണ്ടായി വരുന്ന ആളുകളാണ്. അവരെല്ലാം ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പിനായിട്ട് വരുന്നതാണ്. നിങ്ങൾ കണ്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ മഴ, ആ മഴയിൽ ചുരം കയറുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏകദേശം ഓൾമോസ്റ്റ് എയർപിന്നിൻ്റെ മുകളിൽ എല്ലാം പോയി ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കടകൾ കാണും. ആ കടയിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് പല പലഹാരങ്ങളും കഴിച്ചിട്ട് ആ വ്യൂസ് കാണുന്നൊരു ഫീലുണ്ട്. അത് യാത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളില്ലാത്ത ആളുകളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസപ്രകാരം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് പേർക്ക് യാത്രകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ടാകും, സാമ്പത്തികമായിട്ടില്ലാത്ത ആളുകളുണ്ടാകും. പക്ഷെ അവർക്കൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു യാത്ര ആയിരിക്കും ഇലക്ട്രിക്. കാരണം വല്ലാതെ എഫോർട്ട് എടുക്കണ്ട, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്കും പോവാം. ബസ്സുണ്ട്, ബസ് സർവീസുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇനി നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരുപാട് ഹെവി മഴ പെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. എത്രയോ പ്രായമുള്ള മരങ്ങളായിരിക്കും. ആ മരത്തിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഏതോ ഒരു ചിത്രകാരൻ വരച്ചിട്ട ക്യാൻവാസ് പോലെ ഇരിക്കുന്നത്. അത്രയ്ക്ക് ഭംഗിയിലാണ് ഈ പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ കാണാതെ നമ്മൾ പോകുമ്പോൾ അതൊരു നഷ്ടമല്ലേ. പോയി കാണുക.
നിങ്ങൾക്കിത് എപ്പോഴാണ് കാണാൻ ആഗ്രഹം തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ പോയിട്ടൊന്ന് കാണുക, ആസ്വദിക്കുക. കണ്ടോ, നോക്ക് എന്തൊരു ഭംഗിയുണ്ട് അത് കാണാൻ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാന്ന് ചിന്തിച്ച് നോക്ക്. അതിനടുത്ത് നിൽക്കുമ്പോൾ അതൊരു ഫീൽ ഉണ്ടല്ലോ, ആ തണുത്ത വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിനടുത്ത് നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പ് നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ്, ഒരു പോസിറ്റീവ് എനർജി നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. കണ്ടോ, ഈ സായന്തനങ്ങൾ എത്ര സന്തോഷമായിട്ട് ആളുകൾ ആഘോഷിക്കുന്നത് കണ്ടില്ലേ. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കൊന്നുമില്ല, പക്ഷെ ഇത് കാണാനായിട്ട് ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്.
ഇത്രയും കാഴ്ചകൾ കണ്ട് രാവിലെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഇവിടുന്ന് ചുരം കയറാനുള്ള സമയം എടുത്തതായിരുന്നു. അത് കഴിഞ്ഞിതാ ഞങ്ങൾ തിരിച്ച് ചുരം ഇറങ്ങുവാണിത്. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ വെട്ടം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ വരുന്ന വെളിച്ചത്തിൽ മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സീ യു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടാൻ പറ്റുന്നവർ കമൻസ് ഇടുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.